ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ റെസിപ്പി ഒരു കപ്പ ഇറച്ചിയാണ് കേട്ടോ. എൻ്റേതായ ഒരു ടേസ്റ്റിലുണ്ടാക്കുന്ന കപ്പ ഇറച്ചിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണ കപ്പ ഇറച്ചിയുടെ ഇൻഗ്രീഡിയൻസ് ആണ്: കൊച്ചുള്ളി 1 കപ്പ്, വെളുത്തുള്ളി 1/2 കപ്പ് വേണം ക്രഷ് ചെയ്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി കേട്ടോ, പിന്നെ കറിവേപ്പില വേണം, പിന്നെ വേണ്ടത് നമ്മുടെ ബീഫാണ്. ഇത് ഞാനൊരു 1 കിലോയുടെ അടുത്ത് ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇതുപോലുള്ളൊരു എല്ലും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ഒരു 1.25 കിലോ കപ്പയുണ്ട്. കൊത്തി നുറുക്കി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ കപ്പ നമ്മൾ സാധാരണ ഉപ്പിട്ട് പുഴുങ്ങും പോലെ സാധാരണ പുഴുങ്ങണം കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുക്കറൊന്ന് വെച്ച് വെക്കാം കേട്ടോ. ഒരു 3 വിസിൽ വരട്ടെ. അപ്പോൾ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചിയുടെ മസാല ഒന്ന് ചെയ്യാം കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം കറിവേപ്പിലാണ് ഇട്ടിരുന്നത്. എന്നിട്ട് വെളുത്തുള്ളിയാണ് കേട്ടോ. ഒന്ന് പച്ചമണം ഒന്ന് മാറട്ടെ. അതാ ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് ഇഞ്ചി ഇട്ടാൽ മതി കേട്ടോ. അതുപോലെ വെളുത്തുള്ളിയാണ് കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടത്. അതൊന്ന് നന്നായിട്ട് വാടി വരണം കേട്ടോ. എന്നിട്ടാണ് ബാക്കി മസാലയൊക്കെ ചേർക്കുന്നത്. നമ്മുടെ ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോണേ. പച്ചമണം ഒന്ന് പൊടിച്ച് നമുക്കടുത്ത് മല്ലിപ്പൊടി വന്നിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നല്ല ഒരു മൂത്ത മണം വരും കേട്ടോ. നല്ലൊരു മണം വരുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂൺ, 1/2 സ്പൂൺ നമ്മുടെ ഗരം മസാലയാണ്. അപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ നല്ല മൂത്ത മണമാണ് കേട്ടോ. നല്ല സൂപ്പർ മണം. നമുക്കിനി നമ്മളുടെ ബീഫ് ഇട്ട് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അതാ ഞാനിതാ ബീഫ് ഇടുവാണേ. 2 കഷ്ണം കാലുണ്ട് കേട്ടോ. ടേസ്റ്റിന് വേണ്ടി വെക്കണാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് മാറ്റും കേട്ടോ. എന്നിട്ടൊരു 4-5 വടി അടിക്കുക. ഓരോരുത്തർ കുക്കറിനനുസരിച്ചാണ് അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ. എനിക്കിവിടെ ഒരു 5-6 വിസിൽ വന്നാൽ എൻ്റെ ഇത് ഇറച്ചി വേവായിട്ടോ. അപ്പോൾ നിങ്ങളതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഒരു 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ കുക്കറിലെ എയറൊക്കെ പോയി കഴിഞ്ഞ് നമ്മളത് ഓപ്പൺ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പീസ് എല്ലാം ഇടുവാണെങ്കിൽ എവിടെയൊക്കെ കിട്ടും, യുഎയിലൊക്കെ ഇവിടെ എല്ലാ മാളുകളിലൊക്കെ ഇതിങ്ങനെ കിട്ടും. അത് നോക്കി നിങ്ങൾ വാങ്ങിക്കുക. നമ്മുടെ നാട്ടിലാണ് പ്രത്യേകിച്ച് കട്ട് ചെയ്തൊക്കെ മേടിക്കണം. ഇതിങ്ങനെ ഇട്ട് വേഗം പ്രത്യേക രുചിയാണ്. ഈ കപ്പറിച്ചിയുടെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ. ബീഫ്, നമ്മുടെ ബീഫ് ഇതാ ഇതിലേക്ക് ഇടുവാണ് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യണേ. അപ്പം നമ്മളിത് 2 വുഡൻ ഇതിട്ടിട്ടാണ് നമ്മൾ ഇളക്കണേ കേട്ടോ. വേറൊരു ഇത് വേക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ. അതുകൊണ്ട് ഇതിങ്ങനെ മറിച്ച് ഇളക്കി വിടണം. എന്നാലാണ് അടി മുതൽ അറിയത്തുള്ളൂ.
അപ്പോഴും എല്ലാ സ്ഥലത്തും ഇതിൽ മസാല പിടിക്കുള്ളൂ കേട്ടോ. 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് താളിക്കാം. ഓക്കെ, എല്ലാം കറക്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെളുത്തുള്ളിയാണ്, കുറച്ചും കൂടി കൂടുതൽ ഇഞ്ചിയല്ല കേട്ടോ. അപ്പോൾ അതാ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കട്ടെ. 2 മിനിറ്റ് ഒഴിക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് ആദ്യം കറിവേപ്പിലാണ് ഇട്ടേണ്ടത്. കറിവേപ്പില ഇട്ട് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ കൊച്ചുള്ളി ഇടുക. ഇതാ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും മൂത്തിട്ടുണ്ട്. ഞാൻ 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ഇത് ചേർക്കും കേട്ടോ. ഇവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമ്മളിതാ ഇതിലേക്ക് ഊറ്റി കൊടുക്കുവാണേ. അടിപൊളി, ഭയങ്കര സ്മെല്ലാണ്. എന്താണെന്നറിയാം അതിൻ്റെ ഒരു. അപ്പോൾ നമ്മളിതാ താളിച്ചത് ഒഴിച്ചു. നമ്മളിത് ഒന്നും കൂടി സെറ്റ് ചെയ്യുവാണേ. ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം വീണ്ടും പറയണം. ഒരു പ്രാവശ്യം ഈ കപ്പ ഇറച്ചൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.